2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജൂറിയുടെ അന്തിമ സ്ക്രീനിങ്ങും ആരംഭിച്ചു. സംവിധായകനും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ സുധീർ മിശ്ര ചെയർമാനായുള്ള ജൂറിയാണ് പ്രാഥമിക ജൂറി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സിനിമകൾ കണ്ടു തുടങ്ങിയത്. ആകെ 160 സിനിമകളാണ് പുരസ്കാര നിർണയത്തിനായി സമർപ്പിച്ചത്. ഇതിൽ നിന്നും 48 സിനിമകളാണ് പ്രാഥമിക ജൂറി തിരഞ്ഞെടുത്ത് അന്തിമ ജൂറിക്ക് കൈമാറിയത്. സംവിധായകൻ പ്രിയനന്ദൻ, സംവിധായകനും ഛായാഗ്രഹനുമായ അഴകപ്പൻ എന്നിവരാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ. കഴിഞ്ഞ മാസം 13 മുതൽ ജൂറി സ്ക്രീനിംഗ് ആരംഭിച്ചിരുന്നു. 160 സിനിമകളിൽ നിന്നാണ് 48 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുധീർ മിശ്ര ചെയർമാനായ അന്തിമ ജൂറിയിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ, നടിയും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ആൻ അഗസ്റ്റിൻ, സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെ മേനോൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ അജോയ് ചന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ. ഇവർക്കൊപ്പം പ്രാഥമിക ജൂറി ചെയർമാൻമാരായ പ്രിയനന്ദൻ, അഴകപ്പൻ എന്നിവർ ചേർന്നാകും പുരസ്കാര ജേതാക്കളെ, അതായത് അന്തിമ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുക. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ 54ാമത് ചലച്ചിത്ര പുരസ്കാരത്തിന് കുറവാണ്. മമ്മൂട്ടിയുടെ കാതൽ ദ കോർ, കണ്ണൂർ സ്ക്വാഡ്, മോഹൻലാലിന്റെ നേരെ, പൃഥ്വിരാജിന്റെ ആടുജീവിതം, പാർവതിയും ഉർവശിയും അഭിനയിച്ച ഉള്ളൊഴുക്ക് തുടങ്ങിയവ മത്സര വിഭാഗത്തിനുണ്ട്. മികച്ച നടൻ, നടി, സംവിധായകൻ, തിരക്കഥ, ക്യാമറ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ഈ ചിത്രങ്ങൾ മത്സരിക്കുന്നത്. ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനാകും കടുത്ത മത്സരമെന്നാണ് സൂചന. കാതൽ ദ കോറിലെ അഭിനയത്തിന് ജ്യോതികയും, ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിയും പാർവതിയും ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചിരിക്കുന്നത്. കാതൽ ദ കോറിൽ ഓമന എന്ന കഥാപാത്രത്തെയാണ് ജ്യോതിക അവതരിപ്പിച്ചിരിക്കുന്നത്. നടി ജോമോളായിരുന്നു ജ്യോതികയ്ക്ക് ശബ്ദം നൽകിയത്. ഒരേ സമയം ഭാര്യയും മകളുള്ള ഒരു യുവതിയുമായാണ് ഓമന പ്രത്യക്ഷപ്പെടുന്നത്. ഇതുവരെ കണ്ടു ശീലിച്ച ജ്യോതികയല്ല കാതൽ ദ കോറിലുള്ളത്. മലയാള സിനിമയുടെ നെടുനാളത്തെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുന്ന ചിത്രമായിരുന്നു പോൾസൺ സ്കറിയയും ആദർശ് സുകുമാരനും ചേർന്നെഴുതി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ. പ്രമേയ സ്വീകരണത്തിലും പരിചരണത്തിലും ജിയോ പുലർത്തുന്ന ആർജവവും ധീരതയും ചാരുതയും കാതൽ ദ കോറിനെ വേറിട്ടു നിർത്തി. ഒരു പുരുഷന്റെ ഗേ ഓറിയന്റേഷനും റിലേഷൻഷിപ്പും അയാളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോമോസെക്ഷലും ഹെട്രോസെക്ഷലും ഉൾപ്പെടെയുള്ള എല്ലാ സെക്ഷാലിറ്റികളും സ്വതന്ത്രമായ ഐഡന്റിറ്റി ഉറപ്പാക്കുന്ന സമഗ്രമായൊരു മഴവിൽ രാഷ്ട്രീയ പ്രസ്താവന മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ മലയാള സിനിമ എന്ന രീതിയിലാണ് കാതൽ ദ കോർ പ്രസക്തമാവുന്നത്. മത്സര വിഭാഗത്തിലുള്ള മറ്റൊരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ഉർവശിയും പാർവതിയും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉർവശി ഇതുവരെ അവതരിപ്പിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഉള്ളൊഴുക്കിലുള്ളത്. ലീലാമ്മ എന്ന കഥാപാത്രത്തെ സിനിമാ പ്രേക്ഷകരുടെ ഉള്ളുലച്ചിരുന്നു. ലീലാമ്മ പല അടരുകളുള്ള കഥാപാത്രമാണ്. സൂക്ഷ്മമായ വായനയിലെ ലീലാമ്മയെ നമുക്ക് പിടികിട്ടുകയുള്ളൂ. ലീലാമ്മ സൃഷ്ടിക്കുന്ന ഭാവങ്ങളിലൂടെയാണ് അവർ തൻ്റെ മുന്നിലുള്ളവരെ, അത് പ്രേക്ഷകരാകാം, മരണവീട്ടിലെ സ്വന്തം ബന്ധുജനങ്ങളോ നാട്ടുകാരോ ആകാം, നിയന്ത്രിക്കുന്നതും തനിക്ക് വിധേയരാക്കുന്നതും. ഇമേജിന്റെ ഭാരമില്ലാത്ത അഭിനേത്രിയാണ് ഉർവശി. വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ആ കാറ്റഗറിയിലുള്ളത്. ഉർവശി ലീലാമ്മയാകുമ്പോൾ സംഭവിക്കുന്നത് ആ കഥാപാത്രത്തിന്മേലുള്ള ആശയക്കുഴപ്പം അവസാനം വരെ നിലനിൽക്കുന്നു എന്നതാണ്. പാർവതിയുടെ അഞ്ജുവിനെ നമുക്ക് ആ സിനിമയിൽ പിടികിട്ടും. ആ തരത്തിലാണ് കഥാപാത്രം ഒരുക്കിയിട്ടുള്ളത്. അഞ്ജുവിന്റെ കാര്യത്തിൽ 2 തരം അഭിപ്രായങ്ങൾക്ക് അവസരമുണ്ട്. ആദ്യാവസാനം ലീലാമ്മയുടെ കാര്യത്തിൽ ശരി തെറ്റുകളുടെ ഹരണത്തിന് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഉർവശിയുടെ തന്നെ മിടുക്കാണ്. മത്സര വിഭാഗത്തിലെ 160 സിനിമകളിൽ 84 എണ്ണം നവാഗത സംവിധായകരുടേതാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നിവയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനായി മാറ്റിവെക്കുന്നുണ്ട്. ജൂറിയുടെ ആദ്യഘട്ട അവാർഡ് നിർണയ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. മത്സരത്തിനുള്ള ആകെ സിനിമകളിൽ നിന്നും 30% രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ നിന്നാണ് അന്തിമ ജേതാക്കളെ തിരഞ്ഞെടുക്കുക.